നിന്ന് മുംബൈയിലേക്ക് പോയ ചരക്ക് കപ്പലിന് തീപിടിച്ചു. അപകടം മഴീക്കൽ തീരത്ത് നിന്ന് 40 നോട്ടിക്കൽ മൈൽ അകലെ തീപിടിച്ചത് MV1 ഹൈ 503 എന്ന ചരക്ക് കപ്പലിന്. കപ്പലിൽ ആകെ 22 ജീവനക്കാരായിരുന്നു. അതിൽ 18 പേർ കടലിലേക്ക് ചാടി. 4 പേരെ കാണാനായിട്ടില്ല. 5 പേർക്ക് പരിക്ക് പറ്റിയിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം ഊർജിതം. ലതീഷ് ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നതിനായി. ലതീഷ്, കഴിഞ്ഞ കുറച്ച് മണിക്കൂറുകളായി രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ്. ഇപ്പോഴും 4 പേരെ കണ്ടെത്താനുണ്ട്. അതിനിടെ ഏറ്റവും സുപ്രധാനമായി പുറത്തു വരുന്ന ഒരു വിവരം എന്ന് പറയുന്നത് 157ഓളം കണ്ടെയ്നറുകളിൽ അതീവ ഗുരുതരമായിട്ടുള്ള വസ്തുക്കളാണ് ഉള്ളത് എന്ന് അറിയാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെയൊക്കെയാണ് പോകുന്നത്. എങ്ങനെ പോകുന്നു അവിടുത്തെ ഈ രക്ഷാപ്രവർത്തനങ്ങൾ? അതുപോലെ തന്നെ ഈ പരിക്ക് പറ്റിയവരെ ആശുപത്രിയിലേക്ക് മാറ്റേണ്ട സാഹചര്യമുണ്ട്. അത് ബേപ്പൂരിലേക്ക് മാറ്റുമോ അതോ മംഗലാപുരത്തേക്ക് കൊണ്ടുപോകുമോ എന്ന കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വരേണ്ടതുണ്ട്. എങ്ങനെയാണ് വിവരങ്ങൾ? ഭദ്ര, രാവിലെ 10 മണിയോട് കൂടിയാണ് ഈ അപകടം ഉണ്ടായതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും 11 കൂടിയാണ് ബേപ്പൂരിലെ കോസ്റ്റ് ഗാർഡ് ആസ്ഥാനത്ത് വിവരം ലഭിക്കുന്നതും ഇവിടെ നിന്ന് ഒരു ടീം രക്ഷാപ്രവർത്തനത്തിനായി അപകടം നടന്ന സ്ഥലത്തേക്ക് പോകുന്നതും. ബേപ്പൂരിൽ നിന്ന് 88 നോട്ടിക്കൽ മൈൽ അകലെയാണ് ഈ അപകടം നടന്നത്. എന്തായാലും അവിടേക്ക് കോസ്റ്റ് ഗാർഡിൻ്റെയും അതേപോലെ തന്നെ നേവിയുടെയും രക്ഷാപ്രവർത്തകർ എത്തിയിട്ടുണ്ട്. കടലിലേക്ക് എടുത്തു ചാടിയ 22 പേരാണ് കപ്പലിലുണ്ടായിരുന്നത്. ആ 22 പേരിൽ 18 പേരും കപ്പലിൽ നിന്ന് തീപിടുത്തവും പൊട്ടിത്തെറിയും ഉണ്ടായ ഘട്ടത്തിൽ തന്നെ കടലിലേക്ക് എടുത്തു ചാടിയിരുന്നു. അവരെ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. 4 പേരെ ഇനിയും കണ്ടെത്താറുണ്ട്. എല്ലാവരും വിദേശികളായിരുന്നു കപ്പലിലുണ്ടായിരുന്ന ജീവനക്കാർ എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. 2 തായ്വാൻ, അതേപോലെ തന്നെ 1 ഇന്തോനേഷ്യ, ഒരു ബർമ, ഇത്തരം 4 രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകളാണ് ഇനി 3 രാജ്യങ്ങളിൽ നിന്നുള്ള 4 പേരാണ് ഇനി കണ്ടെത്താനുള്ളത്. എന്തായാലും വളരെ അപകടകരമായ രാസവസ്തുക്കളടങ്ങിയ കണ്ടെയ്നറുകളാണ് കപ്പലിൽ ഉണ്ടായിരുന്നത് എന്നതുകൊണ്ട് തന്നെ തീപിടുത്തവും പൊട്ടിത്തെറിയും ഉണ്ടായ ഘട്ടത്തിൽ തന്നെ ജീവനക്കാരിൽ മഹാഭൂരിപക്ഷവും കടലിലേക്ക് എടുത്തു ചാടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. ഉടൻ തന്നെ വിവരം ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ പലയിടങ്ങളിൽ നിന്നും രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായി കൊച്ചിയിൽ നിന്നും അതേപോലെ അഴീക്കലിൽ നിന്നും ഒപ്പം കോഴിക്കോട് ബേപ്പൂരിൽ നിന്നുമെല്ലാമുള്ള രക്ഷാപ്രവർത്തകർ കോസ്റ്റ് ഗാർഡിൻ്റെയും നേവിയുടെയും സംഘം അവിടെ എത്തുകയും അവരെ രക്ഷപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. 18 പേരിൽ 5 പേർക്കാണ് പരിക്കേറ്റത്. അതിൽ 2 പേർക്കാണ് ഗുരുതരമായി പൊള്ളലേറ്റത് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇനി അവരെ പൊള്ളലേറ്റ ചികിത്സ ലഭ്യമാക്കേണ്ട ആളുകളെ എവിടേക്ക് കൊണ്ടുവരണം എന്നത് സംബന്ധിച്ച ഒരു തീരുമാനമാണ് ഉണ്ടാവേണ്ടത്. അത് മംഗലാപുരത്തേക്കായിരിക്കും എന്നുള്ള ഒരു സൂചന മാത്രമാണ് ഇപ്പോൾ ലഭിക്കുന്നത്. അത് ഏറ്റവും എളുപ്പത്തിൽ അവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള സൗകര്യം ഉൾപ്പെടെ നോക്കിയായിരിക്കും ആശുപത്രിയിലേക്ക് മാറ്റുക. അത് വലിയ കപ്പലിലാണ് നിലവിൽ രക്ഷപ്പെടുത്തിയവർ ഉള്ളത്. അതുകൊണ്ട് തന്നെ കപ്പലിന് ഏറ്റവും എളുപ്പത്തിൽ ബേപ്പൂരിനേക്കാൾ തുറമുഖത്തേക്ക് എത്താൻ സാധിക്കുക മംഗലാപുരത്താണ്. അതുകൊണ്ടാണ് മംഗലാപുരത്തേക്കുള്ള സാധ്യത കൂടുതലാണ് എന്ന് പറയുന്നത്. എന്തായാലും കേരളത്തിൽ കോഴിക്കോട്, എറണാകുളം, അതേപോലെ തന്നെ കണ്ണൂർ 3 ജില്ലകൾക്കാണ് ദുരന്ത നിവാരണ അതോറിറ്റി നിർദ്ദേശം നൽകിയത്. ഈ 3 ജില്ലകളിലും രക്ഷപ്പെടുത്തി എത്തുന്ന ആളുകൾക്ക് മതിയായ ചികിത്സയ്ക്ക് ഉറപ്പുവരുത്താൻ ആവശ്യമായ ക്രമീകരണം ഒരുക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അതിനുള്ള ക്രമീകരണം ഈ 3 ജില്ലകളിലും ഒരുക്കിയിട്ടുണ്ട്. ഇനി പ്രാഥമിക ചികിത്സ, ഇപ്പോൾ രക്ഷപ്പെടുത്തിയവരെ പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം അവിടെ നിന്ന് തീരുമാനിക്കേണ്ടതുണ്ട് എവിടേക്കാണ് വിദഗ്ധ ചികിത്സയ്ക്കായി കൊണ്ടുപോകേണ്ടത് എന്നുള്ള കാര്യം. ആ തീരുമാനം എടുക്കുന്നതിനനുസരിച്ചായിരിക്കും ബേപ്പൂരിലേക്കാണോ അല്ലെങ്കിൽ കോഴിക്കോട്ടേക്കാണോ മംഗലാപുരത്തേക്കാണോ അവരെ കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിലൊരു അന്തിമ തീരുമാനം വരാൻ. എന്തായാലും ബേപ്പൂരിലേക്ക് വലിയ കപ്പലൊന്നും അടുക്കാനുള്ളൊരു സാധ്യത അല്ലെങ്കിൽ സാഹചര്യം നിലവിലില്ല. ബേപ്പൂരിലേക്കാണ് കൊണ്ടുവരുന്നതെങ്കിൽ ഇവിടെ നിന്ന് ടഗ് ബോട്ടുകൾ വീണ്ടും കടലിലേക്ക് അയക്കണം. അവിടെ ടഗ് ബോട്ടുകളിലേക്ക് പരിക്കേറ്റ ആളുകളെ തിരിച്ച് കയറ്റി തീരത്തെത്തിക്കേണ്ട സാഹചര്യമുണ്ട്. അത്തരം ഒരു സാഹചര്യം കൂടി പരിഗണിച്ചാണ് രക്ഷാപ്രവർത്തകർ കൂടുതലും മംഗലാപുരത്തേക്കായിരിക്കും രക്ഷപ്പെടുത്തിയ ആളുകളെ കൊണ്ടുപോവുക എന്നുള്ള ഒരു വിവരം ലഭിക്കുന്നത്. എന്തായാലും കോഴിക്കോട് ബേപ്പൂർ തുറമുഖത്താണ് ഞാൻ നിൽക്കുന്നത്. ഇവിടെ ആംബുലൻസ് ഉച്ചയ്ക്ക് ശേഷം ആംബുലൻസ് സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. കൂടുതൽ ആളുകളെ കോഴിക്കോട്ടേക്കാണ് കൊണ്ടുവരുന്നതെങ്കിൽ അതിന് അവരെ ആശുപത്രിയിൽ എത്തിക്കാനുള്ള ക്രമീകരണവും ഏർപ്പെടുത്തിയിട്ടുണ്ട്. നിലവിൽ ഇതുവരെയുള്ള വിവരം അനുസരിച്ച് സാധ്യത കൂടുതൽ മംഗലാപുരത്തേക്കാണ് എന്നാണ് പോർട്ട് അധികൃതരിൽ നിന്നുൾപ്പെടെ നമുക്ക് ലഭിക്കുന്ന വിവരം. പോർട്ടിൽ ഏതായാലും അത്തരത്തിൽ ബേപ്പൂരിലേക്കാണ് എന്നുള്ള ഒരു വിവരം ഇതുവരെ ലഭ്യമായിട്ടില്ല. അങ്ങനെ ലഭ്യമാവുകയാണെങ്കിൽ ടെക് ബോട്ടുകൾ ഇവിടെ നിന്നും പുറപ്പെടുമെന്നാണ് ഇപ്പോൾ പോർട്ട് ഓഫീസർ അറിയിച്ചിരിക്കുന്നത്. ഭദ്ര. ശരി ലതീഷ്.